ഇതിനൊരു ഇൻട്രൊഡക്ഷൻ എങ്ങനെ തരുമെന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ അതിനൊരു നല്ല അടിപൊളി ക്യാപ്ഷൻ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഫുട്ബോളിനെ കണക്ട് ചെയ്ത് നിൽക്കുന്നവർക്കൊക്കെ സ്ഥിരം കേട്ട് മറന്നിട്ടുള്ളൊരു ഡയലോഗാണ് പെണ്ണിനേക്കാൾ കൂടുതലായി പന്തിനെ സ്നേഹിച്ചവൻ എന്നുള്ള ഡയലോഗ് അല്ലേ. പക്ഷെ പന്തിനേക്കാളും പന്തിൻ്റെ നിയമങ്ങളെക്കാളും കൂടുതലായിട്ട് ബംഗളൂരു എഫ്.സിയെ സ്നേഹിച്ചവൻ, ബംഗളൂരുവിന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അന്ന് രക്ഷകനായി അവതരിക്കുന്നവൻ, ബംഗളൂരുവിൻ്റെ എക്കാലത്തെയും മികച്ച വിജയങ്ങളിലേക്ക് നയിച്ചവൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരൊറ്റ പേരേ ഉള്ളൂ ബംഗളൂരിൻ്റെ ചരിത്രത്തിൽ. അത് ആരാണ്? വേറെ ആരുമല്ല, ക്രിസ്റ്റൽ ജോൺ തന്നെയാണ് കേട്ടോ. അപ്പോൾ ക്രിസ്റ്റൽ ജോണിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ വെൽക്കം ടു ദ വീഡിയോ ഓർ ആർ ന്യൂ എപ്പിസോഡ്. ഗൈസ്, ഇത് ഞാനൊരു ഫണ്ണ് പോലെ പറഞ്ഞെങ്കിലും എനിക്ക് തന്നെ അവസാനം അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചിരി വന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫൺ ഫാക്ടറൊക്കെ എടുത്തു വിടാം. ബംഗളൂരു എഫ്.സി എന്നൊക്കെ ഈ പറയുന്ന പോലെ തന്നെ ഒരു പ്രശ്നങ്ങൾ വരുന്നോ അല്ലെങ്കിൽ അവരുടെ മത്സരത്തിനിടയിലുള്ള കോൺട്രവേഴ്സി ആയിട്ടുള്ള ഡിസിഷൻ ഫ്രം റെഫറി ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഒരു സംശയം വേണ്ട. അതായത് ആ കളി നിങ്ങൾ കണ്ടിട്ടില്ല, റെഫറിയുടെ ഭാഗത്തു നിന്നാണ് മിസ്റ്റേക്ക് ഉണ്ടായത്, സോ ആരാണ് എന്താണെന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചുമ്മാ കയറി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബംഗളൂരു എഫ്.സി ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ, അതായത് ഒരു റെഫറി ഡിസിഷനിലാണ് ജയിച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ളൊരു പേരെന്ന് പറയുന്നത് ക്രിസ്റ്റൽ ജോൺ എന്ന് തന്നെ ആയിരിക്കും. ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇവാൻ മുക്കമനോവിച്ചൊക്കെ ഉന്നയിച്ചപ്പോഴൊക്കെ നമ്മളെ എല്ലാവരും കളിയാക്കി. പക്ഷേ ഇതിപ്പോൾ ഒരു തവണയല്ല ക്രിസ്റ്റൽ ജോൺ രക്ഷകനായി മാറുന്നത് അല്ലേ. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് റഫറിമാരെന്ന് പറയുന്നത് മനുഷ്യന്മാർ തന്നെയാണ്. അവർക്ക് എല്ലാം കാണാനും എല്ലാം ചെയ്യാനും പറ്റുന്നുണ്ടാവില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടാവും. നമ്മുടെ ലീഗിനും അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. സോ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്നത് പോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ലീഗും റഫറിമാരും നമ്മുടെ മാച്ചും എല്ലാം അത് ഉണ്ട് എന്നുള്ളതൊരു വലിയ സത്യമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഓരോ വർഷം കഴിയുമ്പോഴും, ഇതിപ്പോൾ 11 വർഷമായി, ഈ കഴിയും തോറും നമ്മൾ മുന്നോട്ടാണ് പോകേണ്ടത്. നമ്മുടെ സ്റ്റാൻഡേർഡ്സും മുകളിലേക്കാണ് കയറി വരേണ്ടത്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ടെക്നോളജി യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ചും കൂടെ മറ്റ് രാജ്യങ്ങൾ കൊണ്ടുവരുന്ന റഫറിങ്ങിൽ ഉണ്ടാക്കുന്ന ഡിഫറൻസ് എങ്ങനെയാണെന്ന് നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു ഡിഫറൻസ് നമ്മുടെ ലീഗിൽ കൊണ്ടുവന്നാലാണ് നമ്മുടെ ലീഗിനെ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലേ. പക്ഷേ ഇതുപോലുള്ളൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ശോകമാണെന്നുള്ളതാണ്. ഈ സീസണിലെ കാര്യം മാത്രം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളൊരു ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റഫറിമാരുടെ മിസ്റ്റേക്കിൽ നിന്നും റെഡ് കാർഡുകളോ അല്ലെങ്കിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻസോ ഉണ്ടായിട്ട് ആ സിറ്റുവേഷൻ പിന്നീട് മത്സരത്തിന് ശേഷം AIFFന് തിരുത്തേണ്ട സിറ്റുവേഷൻസ് ഒരുപാട് വന്നിട്ടുള്ളൊരു സീസണും കൂടെയാണിത്. എന്ന് പറഞ്ഞാൽ AIFF ആദ്യമായിട്ടാണ് ഈ തിരുത്തൽ ചെയ്യുന്നതെന്നുള്ളതൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതിപ്പോൾ റിപ്പീറ്റ് ആയിട്ട് ഏകദേശം അതുപോലെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഈ ബംഗളൂരു എഫ്.സിയുടെ മത്സരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അടുത്ത മത്സരമായിട്ടുണ്ടായിരുന്ന ഒഡീസ എഫ്.സിയുടെ മത്സരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന പോലെ രാഹുലിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ റെഡ് കാർഡ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അത് റെഡ് കാർഡ് ഒഫൻസ് ആണോ എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. അതും ഇപ്പോഴും അവിടെ അങ്ങനെ ആ ഒരു ചോദ്യം മാർക്കായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ പേഴ്സണലി എനിക്ക് തോന്നിയത് ഈ പറയുന്നത് പോലെ തന്നെ റഫറിമാരുടെ സ്റ്റാൻഡേർഡ്സ് കുറച്ചും കൂടെ കൊണ്ടുവരേണ്ടത് ലീഗിൻ്റെ ഉത്തരവാദിത്തമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായി, ഇവാൻ ആക്ച്വലി ടീമിനെ കളിക്കളത്തിൽ നിന്ന് പിൻവലിച്ച് ആ മത്സരം നിർത്തിവെച്ച സമയത്ത് ഒരുപാട് ചർച്ചകളും വിമർശനങ്ങളും അതുപോലെ തന്നെ പല സംഭവങ്ങളും മുന്നോട്ട് പോയതാണ്. ആ സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്, വാർ കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി നമ്മുടെ ലീഗിന് ഇല്ലാത്തതുകൊണ്ട് തന്നെ വാർ ലൈറ്റെങ്കിലും കൊണ്ടുവരും എന്നുള്ളത്. ഇനി വാർ ലൈറ്റൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും നമ്മുടെ കേരളത്തിൽ സെവൻസ് കളിക്കുന്നിടത്തൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലുമൊക്കെ മറ്റേ ഈ വീഡിയോയിൽ പോയി ചെക്ക് ചെയ്തിട്ടുള്ള സാധനം, അതിൻ്റെ വാർ സിസ്റ്റം തന്നെ പറയാം, വീഡിയോ അസിസ്റ്റൻസ് എടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു സെവൻസിന് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ISLന് പറ്റില്ല? ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ എവിടെയോ കേട്ടിട്ടുള്ളതാണ്. അതിൻ്റെ സത്യാവസ്ഥ എത്രമാത്രമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ISL കൊടുക്കുന്നതിനേക്കാളും ഒക്കെ കൂടുതൽ സെവൻസ് ഫുട്ബോൾ മാച്ചസ് ഒക്കെ കളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്ലെയറിന് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എത്രമാത്രമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു ലീഗിന് ചെയ്യാമെങ്കിൽ, അതായത് സെവൻസ് പോലുള്ള മത്സരങ്ങൾക്ക് കൊണ്ടുവരാമെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ലീഗിന് അത് കൊണ്ടുവന്നുകൂടാ? വീണ്ടും ഞാൻ ആ മറ്റേ കാര്യത്തിലേക്ക്, നമ്മുടെ ISLന്റെ മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് തന്നെ വരികയാണ്. അതായത് ബംഗളൂരു എഫ്.സിയുടെ എന്നും മറക്കാൻ പറ്റാത്ത കാമുകൻ തന്നെയായിരിക്കും ക്രിസ്റ്റൽ ജോൺ എന്ന് പറയുന്നത് അല്ലേ. അതിനൊരു കാര്യമുണ്ട്. കാര്യം കഴിഞ്ഞ 7 മത്സരങ്ങൾ എടുത്ത് നോക്കാം. കഴിഞ്ഞ 7 മത്സരങ്ങളായിട്ട്
കഷ്ടപ്പാടിൻ്റെ ഏറ്റവും താഴത്തെ അവസ്ഥയിൽ കിടക്കുകയായിരുന്നു ആര്? ബംഗളൂരു. ആ ബംഗളൂരുവിനെ അവരുടെ പ്ലെയേഴ്സ് വിചാരിച്ചിട്ടോ കോച്ച് വിചാരിച്ചിട്ടോ ഒരാൾ വിചാരിച്ചിട്ട് പോലും പൊക്കിക്കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒരേ ഒരാളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞപ്പോൾ 3 ഗോൾ അടിച്ചിട്ടാണ് അവർ ജയിച്ചത്. അതും ISL ഈ സീസണിൽ നല്ല അടിപൊളി മിന്നും പെർഫോമൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ജംഷഡ്പൂരിനെതിരെയാണ് അവർക്കത് പെർഫോം ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കളിക്ക് എന്ത് മാറ്റം ഉണ്ടാവും എന്ന് ചോദിക്കുന്നവർക്ക് ക്രിസ്റ്റൽ ജോൺ എന്ന് പറയുന്ന നായകൻ എന്നും ഒരു എക്സാമ്പിൾ തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്തായാലും ക്രിസ്റ്റൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന പോലെ മനുഷ്യനാണ്, മിസ്റ്റേക്സ് പറ്റും, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ബംഗളൂരുവിന് വേണ്ടി തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഇത്രയും ക്രൂഷ്യൽ മിസ്റ്റേക്കുകളൊക്കെ വീണ്ടും ചെയ്യുമ്പോൾ അത് മിസ്റ്റേക്ക് തന്നെയാണോ എന്നുള്ളൊരു സംശയം സ്വാഭാവികമായിട്ടും മനുഷ്യന്മാർക്കുണ്ടാവും. എന്തായാലും ഇതൊക്കെ നമ്മുടെ ലീഗും AIFF ഒക്കെ തീരുമാനിച്ച് അതിൻ്റെ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതാണ്. എന്തായാലും ഇങ്ങനെയുള്ള കുറേ മണ്ടത്തരമായിട്ടുള്ള ഡിസിഷൻസ് കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലീഗിൽ കളിക്കുന്ന മറ്റ് ടീമുകളെയൊക്കെ ഇത് കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം എനിക്ക് ചില സമയത്ത് ചിലരുടെ മാച്ച് കണ്ട് ചിലർക്ക് വേണ്ടിയിട്ടുള്ള റഫറിമാരുടെ വിളി കാണുമ്പോൾ അവർ ജയിക്കണം എന്നാണ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തിനിങ്ങനെ ഒരു മത്സരം വെക്കുന്നതെന്ന്. അങ്ങനത്തെ കുറേ മത്സരങ്ങൾ ഇപ്പോൾ അടുത്തായിട്ട് ശരിക്കും വരുന്നുണ്ട്. കാരണം ചില ടീമുകൾ ഭയങ്കര കാര്യമായിട്ട് ജയിക്കുമെന്നൊക്കെ വിചാരിച്ചു, അടിപൊളിയായിട്ടൊക്കെ ഫസ്റ്റ് നിന്നു. പക്ഷേ അവിടെ നിന്നൊക്കെ പിന്നെ അങ്ങോട്ട് താഴേക്ക് വന്നിട്ടുള്ള ടീമുകളുടെയൊക്കെ ഒരു അവസ്ഥ രക്ഷിക്കാനായിട്ടാണോ ചില സമയത്തൊക്കെ റഫറിമാർ ഇങ്ങനെ എടുക്കുന്നത് എന്നുള്ളത് തോന്നലുണ്ട്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മത്സരത്തിന് ഇനിയിപ്പോൾ റഫറി നമ്മുടെ നെഞ്ചത്തേക്കായിരിക്കും കയറുകയെന്നറിയില്ല. ഇതുവരേക്കും എന്തായാലും കേരളത്തിന് അത് കാരണം ഒരു പണിയും കിട്ടിയിട്ടില്ല. പക്ഷെ അതുകൊണ്ടൊക്കെ കുറേ ബെനിഫിറ്റ്സ് ആക്ച്വലി ഈ പല മത്സരങ്ങളുടെയും പോയിൻറ്റ്സ് മറ്റ് ടീമുകൾക്ക് കുറഞ്ഞത് നമ്മളെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വലിയ ഫാക്റ്റ് ആണെങ്കിൽ പോലും ഇതൊക്കെ ഒരു മിസ്റ്റേക്കാണ്. അത് നമ്മൾ ഒരിക്കലും ചൂണ്ടിക്കാണിക്കാതെ, അതിപ്പോൾ നമുക്കെതിരെ ആണെന്നുണ്ടെങ്കിലും നമുക്കെതിരെ അല്ല എന്നുണ്ടെങ്കിലും നമ്മൾ പറയേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയതാണ്. അപ്പോൾ എന്തായാലും ഈ ഇന്ത്യൻ റഫറിമാരെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ ആ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ആൻഡ് അതിൽ എന്ത് പറ്റി കുറച്ച് നാൾ വീഡിയോസ് ഇല്ലാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2-3 ദിവസം മുമ്പ് ഒരു സ്ട്രൈക്ക് അടിച്ചിട്ട് ചെറിയ ഇഷ്യൂസൊക്കെ ആയിരുന്നു നമ്മുടെ ചാനലിൽ. അപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോസ് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. എന്തൊക്കെയോ ടെക്നിക്കൽ ഇഷ്യൂസ് എല്ലാം ക്ലിയർ ചെയ്തു, ഇപ്പോൾ തിരിച്ചു വന്നു. പക്ഷേ റീച്ചിനെയൊക്കെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞ് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലിൽ നമ്മുടെ കൂടെ ഒന്ന് കൂടിയും ഉഷാറാക്കാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവരും ചിൽ കുപ്പിച്ചില്ലായിട്ടിരിക്കുക. താങ്ക് യു. എന്നാലും ഉമ്മക്ക് ക്രിസ്റ്റൽ ജോൺ പോലത്തെ ഒരു നായകനൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ലപ്പാ, കപ്പില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനത്തെ ആരും ഇല്ലാതിരിക്കുന്നത് തന്നെ എന്തുകൊണ്ടും നല്ലത് അല്ലേ?